ഇറാനും യുഎസും ആക്രമണം തുടരുന്നതിനിടെ പശ്ചിമേഷ്യയിൽ പുതിയ യുദ്ധമുഖം തുറന്നിരിക്കുകയാണ് യമനിലെ ഹൂതി വിമതർ. സൗദി അറേബ്യക്കെതിരെ ഹൂതികൾ നാവിക ഉപരോധം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ചെങ്കടലിനെയും ഏദൻ ഉൾക്കടലിനെയും ബന്ധിപ്പിക്കുന്ന ബാബൽ മദബ് കടലിടുക്ക് വഴി സൗദി കപ്പലുകൾ പോകാൻ അനുവദിക്കില്ല. അടുത്തിടെ യമനിൽ ഹൂതികളുടെ നിയന്ത്രണത്തിലുള്ള സന വിമാനത്താവളത്തിലുണ്ടായ വ്യോമാക്രമണമാണ് ഈ നീക്കത്തിന് പിന്നിൽ. ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം യമനിലെ ഔദ്യോഗിക സർക്കാർ സേന ഏറ്റെടുത്തിരുന്നുവെങ്കിലും പിന്നിൽ സൗദിയാണെന്നാണ് ഹൂതികൾ ആരോപിക്കുന്നത്. സൗദിയിലെ അഫ വിമാനത്താവളത്തിന് നേരെ ഹൂതികൾ വ്യോമാക്രമണം നടത്തിയെങ്കിലും പരാജയപ്പെട്ടിരുന്നു. 2022 ഇറാന്റെ സഖ്യകക്ഷികൾ കൂടിയായ ഹൂതികൾ സൗദിയെ അവസാനമായി ആക്രമിച്ചത്. ഉപരോധം ഉടനടി പ്രാബല്യത്തിൽ വരുമെന്നും അറിയിച്ചിട്ടുണ്ട്. ലോകത്തെ പ്രധാന എണ്ണപ്പാതയായ ചെങ്കടലിലെയും ബാബൽ മദബ് കടലിടുക്കിലെയും ഗതാഗതത്തെയും എണ്ണ വിതരണത്തെയും ഉപരോധം സാരമായി തന്നെ ബാധിച്ചേക്കാം. ഹൂതികളുടെ ഔദ്യോഗിക പ്രസ്താവന പ്രകാരം യമന് നേരെ സൗദി അറേബ്യ വർഷങ്ങളായി തുടരുന്ന ഉപരോധത്തിന് പകരമായാണ് നാവിക ഉപരോധം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഏത് അടിയന്തര സാഹചര്യത്തെയും നേരിടാൻ ജനങ്ങളോട് സജ്ജരായിരിക്കാൻ ഹൂതികൾ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. കണ്ണിന് കണ്ണ് എന്നതായിരിക്കും തങ്ങളുടെ നയമെന്നും ഹൂതികൾ വ്യക്തമാക്കുന്നു. അതേസമയം ഉപരോധ പ്രഖ്യാപനത്തിന് പിന്നാലെ ശക്തമായ സൈനിക തിരിച്ചടി ഉണ്ടാകുമെന്ന് സൗദിയും വ്യക്തമാക്കി. കടലിടുക്കിലൂടെ സഞ്ചരിക്കുന്ന എണ്ണക്കപ്പലുകൾക്കും സൗദി സംരക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. ലോകത്ത് സമുദ്രമാർഗം കൊണ്ടുപോകുന്ന എണ്ണയുടെ വലിയ ശതമാനം കടന്നുപോകുന്ന പാതയാണ് ചെങ്കടലിനെ ഏദൻ ഉൾക്കടലുമായി ബന്ധിപ്പിക്കുന്ന ബാബൽ മന്ദബ്. ഹോർമുസ് അടച്ചതോടെ സൗദി അറേബ്യ തങ്ങളുടെ ഈസ്റ്റ് വെസ്റ്റ് പെട്രോൾ ലൈൻ വഴിയാണ് ചെങ്കടലിലെ തുറമുഖമായ യാൻബൂവിലേക്ക് ദിവസേന ദശലക്ഷക്കണക്കിന് ബാരൽ എണ്ണ എത്തിച്ചിരുന്നത്. ഈ വഴിയിലാണ് ഇപ്പോൾ ഹൂതി ഭീഷണി ഉയർന്നിരിക്കുന്നത്. ഇത് സൗദി അറേബ്യയുടെ എണ്ണ കയറ്റുമതിയെ കൂടുതൽ തടസ്സപ്പെടുത്താൻ സാധ്യതയുണ്ട്. വാർത്തകൾ പുറത്തു വന്നതിന് പിന്നാലെ എണ്ണ വിലയിൽ പെട്ടെന്ന് വർധനയും രേഖപ്പെടുത്തിയിരുന്നു. ചെങ്കടലിലൂടെ പോകുന്ന ചരക്കു കപ്പലുകളുടെ ഇൻഷുറൻസ് നിരക്കും കുത്തനെ കൂടിയിട്ടുണ്ട്. പശ്ചിമേഷ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 കപ്പൽ പാതകളായ ഹോർമുസും ബാബൽ മന്ദബും ഒരുപോലെ തടസ്സപ്പെട്ട ലോകത്തെ ആകെ എണ്ണവാതക വിതരണത്തിന്റെ 4/1 തടസ്സപ്പെടുമെന്നാണ് വിപണി വിദഗ്ധരുടെ മുന്നറിയിപ്പ്. എന്നാൽ ഹൂതികൾ എങ്ങനെയാണ് സമുദ്ര ഉപരോധം നടപ്പിലാക്കുക എന്നത് ഇവിടെ പ്രധാന ചോദ്യമായി നിൽക്കുകയാണ്. യമൻ തീരത്ത് രാജ്യാന്തര കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ വീണ്ടും ആരംഭിക്കുന്നു എന്നതിന്റെ സൂചനയാണോ ഉപരോധം എന്നിവയിലൊന്നും വ്യക്തത ഇതുവരെ വന്നിട്ടില്ല. സൗദിക്കെതിരെയുള്ള ഈ നീക്കം അമേരിക്കയും ഇറാനും തമ്മിൽ നിലനിൽക്കുന്ന കടുത്ത സംഘർഷങ്ങൾക്കിടയിൽ പുതിയൊരു പോർമുഖം കൂടി തുറന്നിരിക്കുകയാണ്. ഉപരോധം സൗദിക്ക് തിരിച്ചടിയാകുമെന്നതിൽ സംശയമില്ല. ചെങ്കടൽ തീരത്തെ യാൻബൂവിലേക്ക് ഈസ്റ്റ് വെസ്റ്റ് ക്രൂഡ് ഓയിൽ പൈപ്പ് ലൈനിൽ എത്തിക്കുന്ന എണ്ണ ഏദൻ ഉൾക്കടൽ വഴി ഏഷ്യൻ മാർക്കറ്റുകളിലേക്ക് കൊണ്ടുപോകാനാകില്ല. ഹോർമുസ് പ്രതിസന്ധി മറികടക്കാൻ സൗദിയെ സഹായിക്കുന്ന പൈപ്പ് ലൈനാണിത്. ഉപരോധം മറികടന്ന് ഏഷ്യയിലേക്ക് പോകണമെങ്കിൽ സൗദി കപ്പലുകൾ ചെങ്കടലിന് വടക്ക് ഭാഗത്തേക്ക് നീങ്ങി സുയസ് കനാൽ കടന്ന് ആഫ്രിക്കയുടെ തെക്കേ അറ്റം ചുറ്റിക്കടക്കണം. ചെലവും ദൈർഘ്യവും ഇവിടെ കൂടുതലാണ്. ഇറാനും യുഎസും തമ്മിൽ 10 ദിവസത്തെ വെടിനിർത്തൽ നടപ്പാക്കാൻ അറബ് രാജ്യങ്ങളുടെ ശ്രമവും ശക്തമാണ്. ഇന്നലെ പുലർച്ചെയും തെക്കൻ ഇറാനിൽ യുഎസ് ആക്രമണമുണ്ടായി. ഇറാഖിൽ തകർന്നു വീണ ഇറാനിയൻ ഡ്രോൺ നിർവീര്യമാക്കുന്നതിനിടെയുണ്ടായ സ്ഫോടനത്തിൽ യുഎസ് സൈനികൻ കൊല്ലപ്പെട്ടിരുന്നു. അതേസമയം അമേരിക്കൻ സെൻട്രൽ കമാൻഡ് ഇറാന്റെ വിവിധ നഗരങ്ങളിൽ നടത്തുന്ന ആക്രമണ പരമ്പരകളും തുടരുകയാണ്. അതിനിടെ ജോർദാനിലെ യുഎസ് താവളത്തിന് നേരെ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ 2 അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ടതായി യുഎസ് സ്ഥിരീകരിച്ചു. മറ്റൊരു മൃതദേഹാവശിഷ്ടവും കണ്ടെത്തിയിട്ടുണ്ട്. സംഭവത്തിൽ രൂക്ഷമായ ഭാഷയിലാണ് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചത്. ഓരോ അമേരിക്കൻ സൈനികൻ കൊല്ലപ്പെടുമ്പോഴും ഇറാൻ അതിന് വൻ വില നൽകേണ്ടി വരും. പ്രത്യാക്രമണങ്ങൾക്കുള്ള നിർദ്ദേശം സൈനിക മേധാവികൾക്ക് നൽകിയിട്ടുണ്ടെന്നും ട്രംപ് വ്യക്തമാക്കുന്നു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.